നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ഗണേഷ് കുമാർ കയറിയിരിക്കും. പിന്നെ പരാതിയായി, ഭരുവമായി, ട്രോളായി. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ച ഒരു ഫ്ലക്സിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ തന്നെ എങ്ങനെ അടുത്ത തവണ വീണ്ടും ഭരണം പിടിക്കാമെന്ന് ആകെ തലപുറച്ച് ചിന്തിച്ച് നടക്കുകയാണ്. ഭരണത്തിൽ എങ്ങനെ തുടരുമെന്ന് ചിന്തിക്കുമ്പോഴാണ് മകളുടെ മാസപ്പടി മരുമകന്റെ റോഡിലെ വിള്ളലുമെല്ലാം തലയിൽ ഇടുത്തി പോലെ വീണത്. അതിൻ്റെ ഇടയിൽ എവിടെ പോയാലും മരുമകൻ സഖാവിൻ്റെ ഫിൽട്ടറിട്ട റീൽസും. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ കോടികൾ പൊടിച്ചുള്ള സർക്കാരിൻ്റെ വാർഷികവും. നാട് മുഴുവനും ഫ്ലക്സ് വെച്ച് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന അവസ്ഥയാണ്. അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമായ തട്ടകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതും സംഭവം നടന്നതും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടതാകട്ടെ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യവും. നിലമ്പൂരിൽ LDFന്റെ സ്ഥാനാർത്ഥിയായ സ്വരാജിന്റെ ഫ്ലക്സിൽ കൂടെ നിന്ന് ആളെ കണ്ടിട്ടാണ് ഈ മുഖ്യമന്ത്രിക്ക് സഹിക്കാത്തത്. എൻ്റെ തല ഇരിക്കേണ്ടടുത്ത് ആരാണ് ഗണേഷ് കുമാറിന്റെ തല കൊണ്ടുവച്ചത്? ഇത് കണ്ട് ഹാലിളകിയ മുഖൻ അതങ്ങെടുത്ത് കുപ്പയിലിടാനാണ് നിർദ്ദേശം നൽകിയതെന്നാണ് കരക്കമ്പി. ഫ്ലക്സ് കണ്ട് കലുകേറിയ മുഖ്യമന്ത്രി കുറച്ചു നേരമൊക്കെ പ്രതികരിക്കാതെ നിന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ കയ്യിന്ന് പോയി. പ്രസംഗത്തിനിടയിൽ ആ നീരസാങ് തുറന്നു പറഞ്ഞു. എന്തായാലും ഫ്ലക്സിലൂടെ ഈ ചെയ്ത് കേരള കോൺഗ്രസ് B ആണ്. ഗണേഷ് കുമാറിൻ്റെയും സ്ഥാനാർത്ഥിയായ സ്വരാജിൻ്റെയും ചിത്രങ്ങളുമായി കേരള കോൺഗ്രസ് B ആണ് വേദിക്ക് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിച്ചത്. കക്ഷിയുടെ ചിഹ്നം മുന്നണിയുടേതല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ പരിപാടി LDFൻ്റേതാ പരിപാടിയാണ്. അതായത് അത് വേണ്ടാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ കടക്കുപുറത്ത് എന്നതുപോലെ LDFന്റെ പരിപാടി ആകുമ്പോൾ LDFന്റെ ഘടകകക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാവും. അത് സ്വാഭാവികം. അവരുടേതായ മറ്റ് ചില അടയാളങ്ങളും ഉപയോഗിച്ചെന്ന് വരും. അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFന്റെ പൊതുവായിട്ടുള്ളതല്ല. LDFന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാനാകൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ടാണ് താൻ പറഞ്ഞതെന്നും നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. അതുകൊണ്ടാണ് LDFന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ കലിപ്പിന് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ട്രോളുകൾ നിറഞ്ഞിട്ടുണ്ട്.